ഹിസ്ബുള്ള അനുയായികൾ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ഇവർ ഉപയോഗിച്ചിരുന്ന 5000-ഓളം പുതിയ പേജറുകളിൽ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്നായിരുന്നു ലെബനീസ് സുരക്ഷാ വൃത്തങ്ങൾ വിശദീകരിച്ചത്. തായ്വാനീസ് കമ്പനിയായ ഗോൾഡ് അപ്പോളോയാണ് ഈ പേജറുകൾ നിർമ്മിച്ചു നൽകിയതെന്നാണ് ലെബനീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. എന്നാൽ തങ്ങൾക്കിതുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് BAC എന്ന യൂറോപ്യൻ കമ്പനിക്ക് ഇതേ പേര് ഉപയോഗിക്കാൻ ലൈസൻസ് ഉണ്ടെന്നും കമ്പനി അവകാശപ്പെടുകയും ചെയ്തു. ഗോൾഡ് അപ്പോളോയിൽ നിന്ന് 5000 പേജറുകളാണ് ഹിസ്ബുള്ള ഓർഡർ ചെയ്തത്. ഇതിന്റെ നിർമ്മാണ വേളയിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പേജറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബോർഡ് മൊസാദ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അത് സ്കാനറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു ഇതിന്റെ സജ്ജീകരണമെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞത്. ഒരു കോഡഡ് മെസ്സേജ് എത്തിയാൽ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലായിരുന്നു ഇതിന്റെ സജ്ജീകരണമെല്ലാം. ഒരേ സമയം എല്ലാ പേജറുകളും പൊട്ടിത്തെറിക്കാൻ കാരണം ഇതാണെന്ന് അവർ കരുതുന്നുണ്ട്. എന്തായാലും 3 ഗ്രാം സ്ഫോടക വസ്തുക്കൾ പേജറുകളിൽ ഉണ്ടായിരുന്നുവെത്തെ. മാസങ്ങളോളം ഇത് ഹിസ്ബുള്ളയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. PTN എന്ന സ്ഫോടക വസ്തു ഉപയോഗിച്ച് പേജറുകളിലെ ലിഥിയം അയൺ ബാറ്ററികൾ അമിതമായി ചൂടാക്കിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഒരു പ്രത്യേകതരം സിഗ്നൽ ഉപയോഗിച്ച് ബാറ്ററി അമിതമായി ചൂടാക്കിയാണ് പേജറുകൾ തകർത്തതെന്നും സ്ഥിരീകരിക്കാത്ത വാദങ്ങൾ ഉയരുന്നുണ്ട്. ബുധനാഴ്ച ലെബനനിൽ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികളിലെ ബാറ്ററികളിൽ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള രാസവസ്തുവായ PTN അടക്കം ചെയ്തിരുന്നുവെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ലാത്ത വിധമാണ്. അത് അത്രയും സജ്ജീകരിച്ച് തന്നെയാണ് ഈ ബാറ്ററിയിൽ ചേർത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ച ആയിരക്കണക്കിന് പേജറുകളിൽ അടക്കം ചെയ്തിരുന്ന 3 ഗ്രാം സ്ഫോടക വസ്തുവും സുരക്ഷാ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം നിറയ്ക്കുകയായിരുന്നു. പുതിയ പേജറുകൾ ലഭിച്ച ശേഷം ഹിസ്ബുള്ള അംഗങ്ങൾ പതിവ് പരിശോധനകൾ നടത്തിയിരുന്നു. അലാം ശബ്ദം ഉയരുമോ എന്നറിയാൻ വിമാനത്താവളത്തിൽ പേജറുമായി പോയിരുന്നുവെന്നും വെളിപ്പെടുത്തുകയും ചെയ്തു. ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോയ ശേഷം ഇടയ്ക്ക് എവിടെയോ ആകാം പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ വച്ചതെന്നാണ് ഒരു നിഗമനം. ഇസ്രായേൽ ചാര സംഘടനയാണ് വിതരണ ശൃംഖല മുഴുവനും ഉണ്ടാക്കിയതെന്ന ഊഹവും ശക്തമാണ്. പേജർ വിതരണ ശൃംഖലയിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് തായ്വാൻ, ബൾഗേറിയ അധികൃതരുടെ നിലപാട്. എങ്ങനെ, എവിടെ വെച്ച് പേജറുകളിൽ സ്ഫോടക വസ്തു നിറച്ചുവെന്നതും എങ്ങനെയാണ് പൊട്ടിത്തെറി സാധ്യമായതെന്നും ഇനിയും വ്യക്തമാകാത്ത ചില കാര്യങ്ങളാണ്. ഹംഗറി, ബൾഗേറിയ, തായ്വാൻ, നോർവേ, റുമാനിയ എന്നീ രാജ്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണം തുടരുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുള്ളയ്ക്കും അറിയാം. എന്നാൽ നേരിട്ട് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരും രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എന്തായാലും പഴുതടച്ച നീക്കം തന്നെയായിരുന്നു ഇസ്രായേൽ നടത്തിയത് എന്ന് വേണം കരുതാൻ. നിരവധി പേർക്കായിരുന്നു ജീവൻ നഷ്ടമായത്. ഭീകരരുടെ കയ്യിലിരുന്നാണ് ഇത്തരത്തിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചത്.